അപ്പൊ മക്കളെ, പവറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി പവറിന്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാന്ന് ചോദ്യം ഇവിടെ ഉണ്ട്, ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ പവറിന്റെ ഇക്വേഷൻസ് നോക്കാം. ഒന്നാമത്തേത് പി സമം ഐ സ്ക്വയർ ഇൻറ്റു ആർ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ, ആവശ്യം ഉണ്ടാകും. രണ്ടാമത്തേത് പി സമം വി സ്ക്വയർ ബൈ ആർ. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ഈ ഇക്വേഷൻ പഠിക്കുമ്പോ ഇവന്റെ ഒപ്പം ഒരാളെയും കൂടെ പഠിച്ചു വെക്കുക. അത് ആർ കണ്ടുപിടിക്കാനുള്ള സമവാക്യാണ് വി സ്ക്വയർ ബൈ പി. അതെന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നതെന്നറിയോ? ചില കുട്ടികൾ ഈ സമവാക്യം ഒറ്റക്ക് പഠിച്ചു, എന്നിട്ട് അവര് വിചാരിക്കും എക്സാം ഹോളിൽ നിന്ന് ആറിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാന്ന്. നടക്കും, ഇക്വേഷൻ ഉണ്ടാക്കലൊക്കെ നടക്കും. പക്ഷെ പ്രശ്നം എന്താ? ചിലപ്പോൾ അത് തെറ്റിപ്പോകും. വി സ്ക്വയർ ഇൻറ്റു പി എന്നൊക്കെ എഴുതി വെച്ച് തെറ്റിച്ച മഹാന്മാരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. രണ്ടാമത്തത്, എടാ ഇത് പഠിച്ചു വെച്ചോ, ഇത് ആവശ്യം ഉണ്ടാകും. വോൾട്ടേജും കരണ്ടും തമ്മിൽ ഗുണിച്ചാൽ പവർ കിട്ടും. വോൾട്ടേജും കരണ്ടും തമ്മിൽ ഗുണിച്ചാൽ പവർ കിട്ടും. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് പവറിന്റെ ഇക്വേഷൻ ആണ്. ഇത് ജസ്റ്റ് മനസ്സിലുണ്ടായിക്കോട്ടെ, ഇത് ആവശ്യം ഉണ്ടാകും, ഉറപ്പാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ചോദ്യത്തിൽ തന്നെ ഈ സാധനത്തിന്റെ ഉപയോഗം വരുന്നുണ്ട്. അപ്പൊ ആ സംഗതി എങ്ങനെയാ നോക്കാം. നോക്കിയടാ ചോദ്യം. ഒരു ഫിലമെന്റ് ലാമ്പിൽ 240 വോൾട്ട് 80 വാട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്ക്. ഇത് ഈ ലാമ്പിന്റെ ഒരാഗ്രഹമാണ്. ഈ ലാമ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വീട്ടിൽ ഇങ്ങനെ ബൾബോർഡറിൽ ഇരിക്കുമ്പോ എനിക്ക് സ്വിച്ച് ഇട്ടാൽ 240 വോൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ പവർ 80 വാട്ട് ആയിരിക്കും. അത് ആ ബൾബിന്റെ ആഗ്രഹമാണ്. ബൾബിന്റെ പവർ എപ്പോഴും 80 ആവണം എന്ന് ഒരു നിർബന്ധമില്ല. അത് വോൾട്ടേജിനനുസരിച്ചിരിക്കും. ബൾബോർഡറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, 240 എന്റെ പവർ 80 വാട്ടാണ്. അപ്പൊ അത് ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെയാണ്: the power of the bulb or the lamp is 80 watt if we provide 240 volt potential difference. 80 വാട്ട് പവർ ലഭിക്കാൻ 240 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകണം. അല്ലെങ്കിൽ 240 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ബൾബിന്റെ പവർ 80 വാട്ട് ആയിരിക്കും. അത് ആ ബൾബിന്റെ ആഗ്രഹമാണ്. അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഈ രേഖപ്പെടുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? പരീക്ഷയ്ക്ക് പോയിട്ട് ആഗ്രഹമാണെന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതേണ്ടതാണ് 240 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ലാമ്പിന്റെ പവർ 80 വാട്ട് ആയിരിക്കും. അപ്പൊ മക്കളെ, ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ലാമ്പിന്റെ പ്രതിരോധം എത്ര? സിമ്പിൾ ആണടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടാകും, പി സമം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കുന്നതോടൊപ്പം ആർ സമം വി സ്ക്വയർ ബൈ പിയും പഠിച്ചൂടെ? പറയടാ, ഇതും പഠിച്ചൂടെ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ആർ സമം എന്താടാ ഈ ലാമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്? 240 വോൾട്ടിൽ 80 വാട്ട്. അതങ്ങ് എടുത്ത് എഴുതിയാ പോരെ? എടാ, വിയുടെ വില 240 കൊടുക്കടാ, അതിന് സ്ക്വയറും കൊടുക്കണടാ. കാരണം വീന്റെ മേലെ സ്ക്വയർ ഇല്ലടാ. നോക്കടാ, 240 എത്രയാടാ പവർ? 80 അല്ലേടാ. അപ്പൊ 240 സ്ക്വയർ ബൈ 80. ആർ സമം 240ന്റെ സ്ക്വയർ കാണാം, എന്നിട്ട് 80 കൊണ്ട് ഹരിക്കാം. പക്ഷെ ഞാൻ ഇതിനൊന്ന് വെട്ടിക്കളഞ്ഞ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയടാ. 240 ഇൻറ്റു 240 ബൈ 80. ചോദിക്കട്ടെ, താഴെയും മേലെയും പൂജ്യങ്ങൾ കാണുന്നില്ലേ? വെട്ടിക്കൂടെ? വെട്ടി ഒഴിവാക്കിക്കൂടെ? 8 കാണുന്നുണ്ടോ? 24 കാണുന്നുണ്ടോ? ഇല്ലേ? എടാ, 8ഉം 24ഉം കാണുമ്പോൾ എന്താടാ തോന്നുന്നത്? അതൊക്കെ തോന്നാനുള്ള പ്രായമായില്ലടാ. 8ഉം 24ഒക്കെ കാണുമ്പോ 8ൽ 8 ഒരു വട്ടം, 24ൽ 8 3 വട്ടം. 240 ഇൻറ്റു 3 എന്ന് പറയുമ്പോ 720 ഓം അല്ലേടാ ഉത്തരം കിട്ടുക. ഇതല്ലേ നമുക്ക് കിട്ടുന്ന ഉത്തരം? 720 ഓം. 8ഉം 24ഉം വെട്ടിക്കളഞ്ഞു. പറ, 8ൽ 8 ഒരു വട്ടം. അത് വെട്ടാനുള്ള ക്ലാസ്സിൽ നിങ്ങൾ എത്തിയില്ലടാ. 24ൽ 8 3 വട്ടം. 240 ഇൻറ്റു 3 720 ഉത്തരം കിട്ടും. ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ. അപ്പൊ ഇതിന്റെ സി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇനി പോണേ. 120 വോൾട്ടിൽ ലാമ്പിന്റെ പവർ എത്ര? എടാ, നമുക്കറിയില്ലേ, വോൾട്ടേജ് കുറഞ്ഞ ഉറപ്പായിട്ടും അതിന്റെ പവർ കുറയും. നേരത്തെ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ? 240ൽ 80 വാട്ടാണ് പവർ. അപ്പൊ കുട്ടികൾ ഇവിടുന്ന് ഒരു പൊട്ടത്തരം ചെയ്യാറുണ്ട് കേട്ടോ. ഇത് 240, ഇവിടെ 120,
240 80 എങ്കിൽ 120 40 എന്ന് എഴുതിയിട്ട് അവർ പണി മേടിച്ച് കെട്ടാറുണ്ട്. അത് ചെയ്യരുത് മക്കളെ. ഇതിനൊരു സിമ്പിൾ വഴിയുണ്ട്. ഈ 80നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാന്നുള്ളത്. P സമം V² R എടുക്കുക. P സമം വിയുടെ വില ഇനി 120 ആണ് കൊടുക്കേണ്ടത്. സി ക്വസ്റ്റ്യൻ അല്ലേ ആൻസർ ചെയ്യണേ. 120ലെ പവർ ആണ് കാണുന്നേ. 120² 720 സമം 120² എന്ന് പറഞ്ഞാൽ 120 × 120 720. 0 വെട്ടിക്കളയാ. 12ഉം 72ഉം കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 12 24 36 48 60 72. 12ൽ 12 ഒരു വട്ടം, 72ൽ 12 6 വട്ടം. 120/6 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 20 ആയിരിക്കും. 20 വാട്ട്. 20 വാട്ടാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, 20 വാട്ട്.